എന്നാൽ ചില വാക്യങ്ങൾ എന്നെ വ്യക്തിപരമായി തൊടുന്ന വാക്യങ്ങളാണ്. But a couple of these verses touch my heart. അതിൽ ഒന്നാമത്തെ വാക്യം നമ്മൾ കാണുന്നത്, The first verse we can see, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. truly my soul finds rest in God, എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. and my salvation comes from him. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്ന ഒരു ഉള്ളം. ഇംഗ്ലീഷിൽ അവിടെ പറയുന്നത്, ദൈവത്തിന്റെ സന്നിധിയിൽ എൻ്റെ മനസ്സ് വെയിറ്റ് ചെയ്യുന്നു. And it says my soul finds rest in God. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവസന്നിധിയിൽ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റും? How many of you can wait in the presence of God? പലപ്പോഴും ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടം. Many a times during these days we cannot wait. എല്ലാം പെട്ടെന്ന് വേണം. We need everything immediately. നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ എല്ലാം നമ്മുടെ അടുക്കൽ വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. As we think we need these things to come true in our lives. പക്ഷേ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ അങ്ങനല്ല. But the Bible says different. ദൈവത്തിനൊരു പോളിസി ഉണ്ട്. There's a policy for God. എല്ലാ ദൈവമക്കളും ആ പോളിസിയിലാണ് മുമ്പോട്ട് പോകേണ്ടത്. And every single child of God must adhere to that policy. അതായത് ദൈവത്തിന്റെ പോളിസി എന്ന് പറയുന്നത്, And that is നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. that we stand close to God. അപ്പോൾ തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുള്ള ചില പ്രിന്റുകളുണ്ട്, അല്ലെങ്കിൽ ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ പടിപടിയായി ചെയ്യും. അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുക. And as we stay close to God, God has plans for us, and He will make them come true. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. So the things that we don't like, we must do. അതെന്താണെന്ന് ചോദിച്ചാൽ, What may that be? വെയിറ്റ് അപ്പോൺ ലോർഡ്. ദൈവത്തിന്റെ സന്നിധിയിൽ വെയിറ്റ് ചെയ്യുക. You must wait upon the Lord. ഹല്ലേലൂയ. എത്ര പേർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും? How many of you can wait upon the Lord? നമ്മുടെ ജീവിതത്തിൽ ഒരു ആവശ്യം കടന്നു വരുമ്പോൾ, When you have a certain need in life, അവൻ ആ ആവശ്യത്തിന്റെ മുമ്പിൽ ആ ആവശ്യത്തെ ദൈവത്തിന്റെ സന്നിധി സമർപ്പിച്ച ഒന്ന് വെയിറ്റ് ചെയ്യാൻ എത്ര പേർക്ക് തയ്യാറാണ്? in the face of those needs, can you submit yourself and wait upon the Lord? പലപ്പോഴും നമുക്ക് അതിന് പറ്റത്തില്ല. Many times we cannot. അതാണ് നമ്മുടെ പരാജയം. And that's what leads us to failure. ഏതെങ്കിലും ഒരു ദൈവ മകന്റെയോ മകളുടെയോ ജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടെങ്കിൽ, നമ്മുടെ ഹറിനസ് അല്ലെങ്കിൽ നമ്മുടെ വെപ്രാളമാണ്, നമ്മുടെ എടുത്തിയാട്ടമാണ് ആ പരാജയമായിട്ട് The മാറുന്നത്. children of God fail when we jump to conclusions. യഥാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവത്തോട് ചേർന്ന് നടക്കുകയും ചെയ്യുന്ന ഒരു ദൈവവൈതന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ പരാജയമില്ല. If you're a believer that prays and stays close to God, you not experience failure. ഏതെങ്കിലും വിഷയത്തിൽ മറുപടികൾ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം ഒരു വെയിറ്റിംഗ് പീരീഡിൽ അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ വെച്ചിരിക്കുകയാണ്. And if you do not hear answers for certain questions, God has put you on a waiting list. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മറുപടി നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ആമൻ ഒരിക്കലും കിട്ടുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധി അത് നോ എന്നുള്ളതാണ്. And if you do not receive, it might be no. ആമേൻ. ദൈവസന്നിധി നമ്മൾ കാത്തിരിക്കണം. So you must wait upon the Lord. ദൈവത്തിന്റെ വചനം പറയുന്നു, The Bible says, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, I wait upon the Lord. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. Amen. അപ്പോൾ നമ്മൾ കാത്തിരിക്കേണ്ട ഒരു ക്യാരക്ടർ നമുക്കുണ്ടാകണം. So we must have a character where we wait upon the Lord. അവൻ ദൈവസന്നിധി വെയിറ്റ് ചെയ്യുക. You must wait. ഹല്ലേലൂയ. ഹറിയാകണ്ട. Do not hurry. അവൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവിന് അറിയാം. Everything that you have and everything is within you, God knows. ആമേൻ. നമ്മുടെ വയറിന്റെ അളവ് കർത്താവിന് അറിയാം. The measure of your belly. ആമേൻ. നമ്മുടെ പ്രശ്നത്തിന്റെ അളവ് കർത്താവിന് അറിയാം. And the measure of your problems. അതുകൊണ്ട് നിങ്ങൾ വിചാരപ്പെടണ്ട. So do not be worried. നിങ്ങൾ ഒന്നിനെ കുറിച്ചും Do വിചാരപ്പെടണ്ട. not worry about these things. എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുക. And submit these things to അവൻ God's hands. വെയിറ്റ് ചെയ്യുക. And wait upon the Lord. അടുത്ത അഞ്ചാമത്തെ വാക്യം ആമേൻ ഒന്ന് വായിച്ചാട്ടെ. എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. Yes, my soul, find rest in God. ആമേൻ. ദാവീദ് തന്നോട് തന്നെ പറയുന്ന, തന്നെ അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. This is where David advises himself. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ അഡ്വൈസ് ആണ് നമ്മൾ തേടുന്നത്. Whenever you face certain problems, you take the advice of the people around you. ഇവിടെ ദാവീദ് തന്നോട് തന്നെ ഒരു അഡ്വൈസ് പറയുകയാണ്. Here David is advising himself. എന്റെ ഉള്ളമേ, My soul, നീ ദൈവത്തെ നോക്കി find rest in God. മൗനമായിരിക്കുക. Amen. മൗനമായിരിക്കുക. ദൈവസന്നിധിയിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. Wait in the presence of God. നമ്മുടെ ഒരു വിഷയം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു വിഷയം, It means that the things that come into your life, ആ വിഷയത്തെ കർത്താവിന്റെ കരത്തിലോട്ട് കൊടുക്കുക. give it into the hands of the Lord. കർത്താവിന്റെ കരത്തിൽ കൊടുത്തതിന് ശേഷം And after you've done so, അവൻ കർത്താവിന്റെ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുക. wait to listen to the voice of God. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. In the book of Habakkuk it says, അവൻ ദൈവം എന്നോട് എന്ത് അരുളി ചെയ്യുമെന്ന് അറിയേണ്ടതിന് ഞാൻ നോക്കി കാത്തിരിക്കുകയാണ്.
ദൈവം എന്നോട് എന്ത് അരുളി ചെയ്യുമെന്ന് അറിയേണ്ടതിന് അവനെ നോക്കി കാത്തിരിക്കുകയാണ്. What God has to tell me, I wait upon him. അവൻ എന്നോട് എന്ത് അരുളി ചെയ്യുമെന്ന് അവൻ കേൾക്കേണ്ടതിന് അല്ലെങ്കിൽ കാണേണ്ടതിന് ഞാൻ നോക്കി And കാത്തിരിക്കുകയാണ്. I wait upon the Lord. അപ്പൊ ഈ നോക്കുക എന്ന് പറയുന്നത്, നോക്കിയിരിക്കുക എന്ന് പറയുന്നത് ഇരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ആഴമുള്ള കാര്യമാണ്. To see or to wait and see is more in depth than listening. ആമേൻ. ആമേൻ. കേൾക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. As we wait and we listen for a voice, we can do many things. വാഹനം ഓടിക്കുന്നവർ അവര് ആമേൻ പാട്ട് കേട്ടോണ്ട് വാഹനം ഓടിക്കും. As you drive, you can listen to music. അവര് പാട്ട് കേട്ടോണ്ട് വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെയാണ് മുമ്പിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. And as well as at the same time you're focusing on the road. എന്നാൽ ദൈവത്തെ നോക്കി കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നത് അങ്ങനെയല്ല. So waiting and seeing and waiting upon the Lord is different. നമ്മുടെ നോട്ടവും കേൾവിയും ഒരുപോലെ ഒരു വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ അവിടേക്ക് വരുന്നു എന്നുള്ളതാണ് അർത്ഥമാകുന്നത്. As you bring your sight and focus to and your hearing to one thing, it is completely different. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ ദൈവത്തെ നോക്കി അവന്റെ ശബ്ദത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കണം. And the Bible says, wait upon the Lord. അവൻ എൻ്റെ ഉള്ളമേ, My soul, നീ ദൈവത്തെ നോക്കി അവൻ മൗനമായിരിക്കും. find rest in God. വെപ്രാളം പിടിക്കണ്ടെന്നേ. Do not hurry. ആരാ വെപ്രാളം പിടിക്കുന്നേ? How many of you hurry? ഹല്ലേലൂയ. ഒന്ന് വെപ്രാളം പിടിക്കാതിരിക്കുക. Do not hurry. എടുത്ത് ചാടാതെ. Do not jump. ആമേ ഒന്ന് വെയിറ്റ് ചെയ്യുക. And you must wait. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധി കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യണം. You must wait upon the Lord. ആമേൻ. ഒരു പ്രതീക്ഷ ഉണ്ടാകണം. And you must have a desire. അങ്ങനെയാണെങ്കിൽ ദൈവം നിന്നോട് And സംസാരിക്കും. if so, God will speak to you. ആമേൻ. ദൈവസന്നിധിയിൽ ആമേൻ ദൈവത്തിൽ നിന്ന് ശബ്ദം കേൾക്കണമെങ്കിലും ഇത് തന്നെ ചെയ്യണം. In order to hear His voice, you must do the same thing. നമ്മൾ ദൈവത്തെ ശബ്ദമുയർത്തി ആരാധിക്കുന്നവരാണ്. We all worship Him with our voices. എന്നാൽ ചില സമയങ്ങളിലൊക്കെ നിങ്ങൾ വെറുതെ ആമേൻ ആരുമില്ലാത്ത സമയങ്ങളിൽ ഒറ്റയ്ക്ക് റൂമിൽ അല്പനേരം ദൈവസന്നിധി ഇങ്ങനെ ഇരിക്കണം. But certain times when you're alone, you must sit in silence and meditate. പലപ്പോഴും നമ്മൾ പല ചിന്തകളാൽ ഇരിക്കുന്നവരുണ്ട്. Many times we sit down with many thoughts in our heads. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. But let me tell you one thing. ആമേൻ. ദൈവസന്നിധി ഒറ്റയ്ക്ക് ആമേൻ കുറച്ചു നേരം ദൈവിക വിഷയം ചിന്തിച്ച് ദൈവത്തെ ധ്യാനിച്ചൊന്നിരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വലിയ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. If you're willing to sit in solitude and focus on the presence of God, you will see massive changes. ദൈവങ്ങളെ സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ ആശ്രയം വെക്കരുത്. Do not put vain in riches. ഹല്ലേലൂയ. കർത്താവാണ് സമ്പത്ത് തരുന്നത്. Your God is your riches. സമ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഓടുന്നത്. And we run around for these riches. ജീവിക്കാൻ വേണ്ടിയാണ് ഓടുന്നത്. To live life. ആമേൻ. ദൈവത്തിന്റെ കൃപ കൊണ്ട് അത് വർദ്ധിക്കും. And with His blessing, it will increase. ആമേൻ. പണ്ടത്തെ കൂട്ടല്ല. Not like before. ആമേൻ. പണ്ട് നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. There are many struggles back in the day. കാശിന് വേണ്ടി ഒത്തിരി നമ്മൾ വേദനപ്പെട്ടിട്ടുണ്ട്. For money. അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ ആയിരിക്കത്തില്ല, ചിലരെങ്കിലും അങ്ങനെ ഭാരപ്പെട്ടിട്ടുണ്ട്. At least some of us. ആമേൻ. എത്ര കാശുണ്ടെങ്കിലും നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് സാമ്പത്തികമായി ഞെരുങ്ങിയിട്ടുണ്ട്. Even though ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം നമ്മുടെ സ്ഥിതിക്കൊക്കെ ഭേദം വരുത്തി ആമേൻ നമ്മളെ അനുഗ്രഹിച്ച് സാമ്പത്തികമായിട്ടൊക്കെ നമ്മളെ വർദ്ധിപ്പിക്കുമ്പം ആമേൻ അന്നേരം ആമേൻ നമ്മളോട് തന്നെ പറയരുത് തിന്നുക കുടിക്കുക ആനന്ദിക്കുക നാളെ ചാകുമല്ലോ എന്ന് പറയരുത്. And as your riches increase and your blessings increase, do not forget God and put Him to the wayside. ആമേൻ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ വസ്തു അവൻ വിതച്ചതെല്ലാം നന്നായി ആമേൻ ഹാർവസ്റ്റ് ഉണ്ടായി അല്ലെങ്കിൽ വിളവൊക്കെ ഉണ്ടായി അവൻ്റെ കളപ്പുരകളെല്ലാം നിറഞ്ഞ അവൻ ഇതെല്ലാം കണ്ടിട്ട് ആമൻ ചാരുകസേലയിൽ ഇരുന്ന് പറയുകയാണ് ആമൻ തിന്നുക കുടിക്കുക ആനന്ദിക്കുക. The man looks at his harvest and sits back and says, eat, live and die. അത് പാപമാണ്. It's a sin. അത് പരാജയമാണ്. And it's a failure. നന്മ നിങ്ങൾക്കുണ്ടായാൽ No matter how much riches you attain, ഹൃദയം നിഗളിക്കരുത്. do not let your heart be boast. സമ്പത്ത് വർദ്ധിച്ചാൽ നിങ്ങൾ അതിൽ ആശ്രയം വെക്കരുത്. Even though the riches, do not trust in them. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹൃദയം അതിൽ സെറ്റ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. And the Bible says, though your riches increase, do not set your heart upon them. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഉപവാസത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. And we looked at fasting the last couple of weeks. ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് എടുക്കുന്നില്ല. I'm not taking that topic. നമ്മുടെ സമയം വളരെ പരിമിതമാണ്. Limited time. എന്നാൽ ഞാൻ കഴിഞ്ഞ 2 ആഴ്ച പറഞ്ഞ പോയിന്റ്സ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇന്നത്തെ ഈ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യും. Well, we're going to go through the points very quickly. ആമേൻ. നമ്മൾ ഉപവാസത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിച്ചു. We looked at fasting.
ഒന്ന്, നമ്മൾ എന്തിനു ഉപവസിക്കണം എന്നതിനെ കുറിച്ച് ചിന്തിച്ചു. Firstly, why must you fast? രണ്ട്, എങ്ങനെ ഉപവസിക്കണം. And secondly, how you must fast. എന്തിനൊക്കെ ഉപവസിക്കണം. For what reasons you must fast. ഉപവാസത്തിന്റെ പ്രയോജനങ്ങൾ And the benefits of fasting. ആമേൻ. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. We looked upon these things. ആമേൻ. വളരെ വിശദമായി പല കാര്യങ്ങളും ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. And I talked in very in detail. ആമേൻ. ഹല്ലേലൂയ. തുടർന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത് ഉപവാസത്തിന്റെ പ്രയോജനങ്ങളാണ്. So last week we looked at the benefits of fasting. ആമേൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു രണ്ട് തരത്തിലുള്ള ഉപവാസമുണ്ട്. So as I said last week, 2 types of fasting. പരസ്യ പ്രഖ്യാപിത ഉപവാസവും രഹസ്യ പ്രഖ്യാപിത അല്ലെങ്കിൽ രഹസ്യ ഉപവാസവും. Public fasting and the private fasting. ആമേൻ. ഇത് രണ്ടും ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. Both of these things are mentioned in the Bible. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന യേശു കർത്താവ് പറയുന്ന ഒരു കാര്യം, ആമേൻ, രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് ആമേൻ പ്രാർത്ഥിക്കുക, ഉപവസിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് അത് രഹസ്യ പ്രാർത്ഥനയെക്കുറിച്ച്, രഹസ്യ ഉപവാസത്തെക്കുറിച്ചാണ് അത് പറയുന്നത്. In Matthew it talks about the private fasting which you must do by yourself. എന്നാൽ പരസ്യ പ്രഖ്യാപിതമായ ഉപവാസങ്ങൾ പലതും നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുവാൻ കഴിയുന്നു. But many a times we can see the public fasting in the Old and the New Testament. ആമേൻ. പ്രധാനമായി ദൈവത്തോട് അടുക്കുവാനാണ് ഉപവാസം. Most importantly, you fast to get closer to God. നമ്മുടെ എല്ലാ വിഷയത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കാൻ ഉപവസിക്കാനുള്ള ആമേൻ വചനം നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ തന്നിട്ടുണ്ട്. And we have the Bible verses to pray for each and every one of your problems. പരസ്യ പ്രഖ്യാപിതമാണെങ്കിലും രഹസ്യ ഉപവാസമാണെങ്കിലും അത് നമ്മൾ തീരുമാനിക്കുന്ന ഉപവാസങ്ങളുണ്ട്, ദൈവാത്മ നിയോഗിതമായി കിട്ടുന്ന ഉപവാസങ്ങളുണ്ട്. And alongside this there is fastings which God instructs us and the ones we take by our own self. ആമേൻ. അടുത്ത 40 ദിവസം നമ്മൾ ഇരിക്കാൻ പോകുന്നത് അത് മാനുഷികമായി എടുത്ത ഒരു തീരുമാനമല്ല. ആമേൻ. മറിച്ച് ദൈവ ആത്മാവെന്നോട് പറഞ്ഞ രീതിയിൽ ആമേൻ എടുക്കുന്ന നമ്മൾ ചെയ്യാൻ പോകുന്ന ഉപവാസമാണ് ഈ 40 ദിവസത്തെ ഉപവാസം. The 40 days fasting that's about to come is God instructed. അതുകൊണ്ട് എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. So all of you must എന്ന് വെച്ചാൽ participate. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഉപവസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവ ഇടയ്ക്കെങ്കിലും നിങ്ങൾ ഉപവസിക്കണം. Even though you're not able to fast every day, you must try to fast. എല്ലാ ദിവസവും ഉപവസിക്കുവാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. And I encourage you all to fast. അല്ലെ, നിങ്ങൾക്ക് കഴിയുന്ന അത്രയും നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യണം. And join as much as you can. അത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. It's going to be a blessing for you. നിങ്ങളുടെ ശരീരത്തിന് വിടുതലാണ്. A blessing for your body. നമ്മുടെ സഭയ്ക്ക് വിടുതലാണ്. Blessing for the church. നമ്മുടെ അവൻ ദേശത്തിന് ഈ പ്ലിമത്തിന് ഒരു വിടുതലാണ്. And a blessing for the nation. വലിയൊരു റിവൈവൽ ഉണ്ടാകാൻ And പോകുകയാണ്. it's going to be a massive അത് revival. തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. It's already started. ആമേൻ. അതിനായിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. So we must all pray for that.